ജിഷോ ലോൺ ആൻ്റണി എഴുതി സംവിധാനം ചെയ്ത ആദ്യത്തെ സിനിമയാണ് രുതിരം രക്തം. അപർണ ബാലമുരളി, രാജ്ബി ഷെട്ടിയാണ് പ്രധാന വേഷങ്ങളിൽ വന്നിരിക്കുന്നത്. രാജ്ബി ഷെട്ടിയെ കന്നഡ സിനിമ കാണാത്തവർക്ക്, അതായത് ഈ മറ്റേ ടർബോയിലും കൊണ്ടലിലും കണ്ട രാജ്ബി ഷെട്ടിയെ മാത്രം അറിയാമെന്നുള്ളവർക്ക് ഇയാളുടെ സ്ക്രീൻ പ്രസൻസ് എന്താണെന്നോ ഇയാളുടെ പൊട്ടൻഷ്യൽ എന്താണെന്നോ ആരാണ് രാജ്ബി ഷെട്ടി എന്ന് അറിയാൻ യാതൊരു സാഹചര്യവുമില്ല. ഈ പടം കാണുമ്പോൾ നിങ്ങളൊന്ന് ഞെട്ടും. കാരണം ആള് ഒരു ടെററായിട്ടും അയാൾക്ക് പറ്റിയൊരു കഥാപാത്രം തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇതുപോലത്തെ ഒരു ഏറെക്കുറെ സിമിലറായിട്ടുള്ള ഒരു കഥാപാത്രം നമ്മൾ കുറച്ച് മുമ്പത്തെ ഒരു സിനിമയിൽ കണ്ടിട്ടുണ്ട്. അത് പറഞ്ഞു കഴിഞ്ഞാൽ സ്പോയിലറാണ്. പടം ഒരു സർവൈവൽ റിവഞ്ച് ത്രില്ലറാണ് അതിൻ്റെ ജോൺറ എന്ന് പറയുന്നത്. പടത്തിൻ്റെ ഫസ്റ്റ് ഷോട്ട് കാണുമ്പോൾ തന്നെ നമുക്ക് ഇതിൻ്റെ ആസ്പെക്ട് റേഷ്യോ ഒന്നും സാധാരണ പടത്തിലുള്ള പോലെയൊന്നും അല്ല. നല്ല നീളമാക്കിലാണ് കണ്ടിരിക്കുന്നത്. ഏറെക്കുറെ ലൂസിഫറിൻ്റെ അതേപോലത്തെ ഒരു ഇതാണ്. അവിടെ തന്നെ സിനിമാറ്റോഗ്രാഫി, ഇതിൻ്റെ ഒരു മേക്കിംഗ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ഫ്രെയിം സെറ്റ് ചെയ്തിരിക്കുന്നതാണെങ്കിലും ഷോർട്ട് ഡിവിഷൻ ആണെങ്കിലും അത് നമുക്ക് ഒരു ഇൻ്റർനാഷണൽ അപ്പീൽ ഈ പടത്തിൽ തരുന്നുണ്ട്. കിട്ടില്ല കുറേ ഫ്രെയിംസ് ഉണ്ട്, കിട്ടില്ല സാധനങ്ങളുണ്ട്. ഒരു ബക്കറ്റും ഒരു മേൽക്കൂരായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ഒരു സാധനമുണ്ട്. അതൊക്കെ ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഇതിലുണ്ട്. സിനിമാറ്റോഗ്രാഫി ഗംഭീര വർക്കാണ് ചെയ്തിരിക്കുന്നത്. സിനിമാറ്റോഗ്രാഫി മാത്രമല്ല, ടെക്നിക്കൽ സൈഡ് ഒരു രക്ഷയില്ല. സജാദാണ് ഡയറക്ടർ ഓഫ് ഫോട്ടോഗ്രാഫി. അതുപോലെ ഗണേഷ് മാലാറുടെ ഓഡിയോഗ്രാഫി എടുത്തു പറയണം. മ്യൂസിക് ചെയ്തിരുന്നത് ഫോർ മ്യൂസിക്സ്. മേക്കപ്പ് ഡിപ്പാർട്ട്മെൻറ്റ് സുധി സുരേന്ദ്രൻ. ഹോംബാലയൊക്കെയാണ് ഇതിൻ്റെ കർണാടക ഡിസ്ട്രിബ്യൂഷനൊക്കെ എടുത്തിരിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, മേക്കിംഗ് അത്രയ്ക്ക് കിടുവായിരുന്നു. നമുക്ക് എവിടെ വേണമെങ്കിലും കൊണ്ട് കാണിക്കാം ഇത് ഒരു മലയാള സിനിമയാണ്. നമ്മളുടെ ഒരുപാട് സിനിമകളിൽ നമ്മൾ പറയുന്ന കാര്യം തന്നെയാണിത്. ഇപ്പോൾ ലെവൽ ക്രോസിലും ഈ ഒരു ഫീൽ എനിക്കുണ്ടായിരുന്നു. അങ്ങനെ പോയി ഇതിൽ ടോർച്ചറാണ്, ഒരു ടോർച്ചർ സർവൈവൽ പരിപാടിയൊക്കെയാണ് വരുന്നത്. തുടക്കത്തിലൊക്കെ നല്ല പതിയാണ് പോണത്. ഒരു ഫാസ്റ്റ് പേസ്, അവസാനമൊക്കെ ഒത്തിരി ഗ്രിപ്പിംഗ് ആവണുണ്ടെങ്കിലും ഒരു ഭയങ്കര സ്പീഡോ ഒരു എൻ്റർടൈൻമെൻറ്റ് അങ്ങനത്തെ സാധനങ്ങളൊന്നുമില്ല. സ്ലോയിൽ പോണ ഒരു പടം തന്നെയാണ്. അത്രയും ഡീറ്റെയിൽ ആയിട്ടാണ് പോകുന്നത്. അവിടെ കുറേ മൊമെൻറ്റ്സ് കിട്ടുന്ന സാധനങ്ങളുണ്ടായിരുന്നു. എസ്പെഷ്യലി ഒരു എലീയുടെ ഒരു സംഭവമുണ്ട്. അതിൻ്റെ CG വർക്കാണെങ്കിലും ആ സമയത്ത് ക്യാമറയുടെ കുറച്ച് പരിപാടികളുണ്ട്. ആ ഒരു സംഭവങ്ങളാണെങ്കിലൊക്കെ നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അങ്ങനെ പോയി ഫസ്റ്റ് ഹാഫൊക്കെ കഴിയുമ്പോഴേക്കും നമുക്ക് പക്ഷേ ഇതിൻ്റെ സ്റ്റോറി നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ എൻഡിങ് ഇങ്ങനെയൊക്കെ തന്നെ ആവും എന്നുള്ളതൊക്കെ അറിയാം. എന്നിരുന്നാലും അവിടെ ഒരു സീറ്റഡ്ജ് ഒരു സാധനം അടുത്തതെന്തെന്നുള്ളതൊന്നും ഫസ്റ്റ് ഹാഫിൽ എനിക്ക് അത്ര തോന്നില്ല. ഒന്നാമത് ഈ വില്ലനിസം ഉണ്ട്, കിടില വില്ലനിസമാണ്. പക്ഷേ എന്നിരുന്നാലും അത്രയ്ക്ക് ഒരു എക്സ്ട്രീമായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. അത് മേ ബി ഇതിനേക്കാളും വേറെ വലിയ ടോർച്ചറുകളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതുകൊണ്ടായിരിക്കാം എന്തോ അത്ര ഫീൽ ചെയ്തില്ല. എന്നിരുന്നാലും ഇവരുടെ പെർഫോമൻസ് കൊണ്ട് നല്ല രീതിയിൽ എൻഗേജിങ് ആയിട്ട് തന്നെയാണ് എനിക്ക് സിനിമ മുന്നോട്ട് പോയത്. സ്ലോ പേസിലാണെങ്കിൽ കൂടി ഈ സ്ലോ പേസ് പടങ്ങൾ കാണുമ്പോൾ ഒരു ഇതുണ്ടല്ലോ, ആ സാധനം ഇടയ്ക്കിടയ്ക്ക് സിനിമയിൽ ഉണ്ടായിരുന്നു. സെക്കൻഡ് ഹാഫിൽ വരുന്ന സമയത്തേക്കും ഒരു ട്വിസ്റ്റ് വേണമല്ലോ. ഒരു കഥ ഒരേ പശ്ചാത്തലത്തിലോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയല്ലേ, അപ്പോൾ എന്തെങ്കിലുമൊക്കെ മാറ്റം വേണ്ടേ. അതിന് വേണ്ടിയിട്ട് വേറെ ഒരു ടോർച്ചറോട് കൊണ്ടുവരുന്നുണ്ട്. അതൊന്നും അത്ര കൺവിൻസ്ഡ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. പിന്നെ അങ്ങോട്ടും പോകാൻ ഇതിൻ്റെ മോട്ടീഫും കാര്യങ്ങളൊന്നും അത്രയ്ക്ക് കൂടെ വർക്കായില്ല. കുറേ സീനുകളൊക്കെ ക്രിഞ്ചടിച്ച് ലാസ്റ്റ്. അതായത് ബാക്കി എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും പെർഫോമൻസ് ആണെങ്കിലും അതിൻ്റെ ഡയറക്ഷൻ ആണെങ്കിലും എല്ലാം നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. സ്ക്രിപ്റ്റിൽ കുറച്ചുകൂടി ഒന്ന് ശ്രദ്ധിക്കായിരുന്നു. മെയിനായിട്ട് പലയിടത്തും ലോജിക്കില്ല. ഈ കഥാപാത്രം അമർണ ബാലമുരളിയുടെ കഥാപാത്രം എന്ന് പറയണത് മറ്റേ ഫോക്കസ് ഓറിയൻറ്റഡ് ആയിട്ട്, ഫ്യൂച്ചർ ഓറിയൻറ്റഡ് ആയിട്ട്, കരിയർ ഓറിയൻറ്റഡ് ആയിട്ട് നടക്കുന്ന ഒരു ആളാണെന്ന് പറഞ്ഞിട്ട് ഒരു പ്രാക്ടിക്കൽ സെൻസും ഒന്നും ഇല്ലാത്ത ഒരു കോമഡി പീസായിട്ട് പലയിടത്തും ഫീൽ ചെയ്ത്. ഒരു പട്ടിപ്പാസം ഇതിനകത്തുണ്ട്. പട്ടിപ്പാസം ചിലയിടങ്ങളിലൊക്കെ നന്നായിട്ട് വർക്കായിട്ടുണ്ട്. പക്ഷേ ചിലയിടത്ത് ഇത് ക്രിഞ്ചും ആവണുണ്ട്. ഈ ഒരു പട്ടി കാരണം കൊത്തയിൽ പൂച്ച കാരണം കുറച്ച് സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. ഇതിൽ പട്ടീൻ്റെ പാസം കൂടുതൽ കാരണം പലയിടത്തും ഒരു യുക്തിയല്ലാത്ത രീതിയിലൊക്കെ പെരുമാറുന്ന പോലെയൊക്കെ എനിക്ക് ഫീൽ ചെയ്തു. ഇപ്പോൾ ഒരു ക്രൈം നടക്കുന്നതിനും ഇതൊക്കെ ചെയ്യണതിനൊക്കെ ഒരു മോട്ടീവ് ഉണ്ടല്ലോടെ, അതൊന്നും അത്ര കൺവിൻസ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. അവിടെ തന്നെ ഈ പടത്തിൻ്റെ ഗ്രിപ്പ് താഴോട്ട് പോകുന്നത് പോലെ എനിക്ക് തോന്നി. മൊത്തത്തിൽ പടം കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഒരു സിനിമ കണ്ടു എന്നുള്ളത് മാത്രമേ എനിക്ക് ഫീൽ ചെയ്യണുള്ളൂ. അല്ലാതെ ഒരു എക്സ്ട്രാ ഓർഡിനറി ഒരു സീറ്റഡ്ജ് ഒരു കിടില സാധനം അങ്ങനെ തോന്നില്ല. പക്ഷേ എന്നാൽ നല്ല സീനുകളും നമ്മൾ അപ്രിഷ്യേറ്റ് ചെയ്യേണ്ട ശ്രമം ഒരുപാട് ഈ സിനിമയിൽ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തള്ളിക്കളയാനാവാത്ത ഒരു അറ്റംപ്റ്റ് ആയിട്ട് എനിക്ക് ഈ സിനിമ തോന്നി. ഇവരെ രണ്ടുപേരെ കൂടാതെ ബാക്കി അഭിനയിച്ചിരിക്കുന്നവരെല്ലാവരും പുതുമുഖങ്ങളാണ്. അതിൽ ഒരു സിനിമയിൽ കണ്ട ഒരാളെന്ന് പറയുന്നത് നമ്മുടെ അനിൽ ആൻഡോ. അദ്ദേഹം ഈ കുരുക്കെന്ന് പറയുന്ന പടത്തിലെ നായകനായിരുന്നു. ബാക്കി എല്ലാവരും പുതുമുഖങ്ങളാണ്. ഇതിൽ മെമ്പറായിട്ട് വന്നിട്ടുള്ള ഒരു കുമാരദാസ് എന്നൊരു ആക്ടറുണ്ട്. പുള്ളി കിടിലായിരുന്നു. പുള്ളിയുടെ ഒരു പെർഫോമൻസ് കാഴ്ചവെക്കാനുള്ള ഒരു ക്യാരക്ടറായിരുന്നു. അത് നന്നായിട്ട് പുള്ളി ചെയ്തിട്ടുണ്ട്. ഒരു ആദ്യത്തെ പടത്തിൽ അഭിനയിക്കുന്നതാണെന്നുള്ളത് തോന്നില്ല. അതുപോലെ രമേശ് വർമ്മ എന്നൊരാളുണ്ട്. കുഴപ്പമില്ലായിരുന്നു. സ്ക്രിപ്റ്റിലൊന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ, ലോജിക്കൊക്കെ കുറച്ചൊക്കെ ഒന്ന് നോക്കിയിരുന്നെങ്കിൽ ഒരു അടിപൊളി എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് പോവേണ്ട ഒരു സിനിമ കുഴപ്പമില്ലടേ. ഒരു പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട ഒരു സിനിമയായിട്ട് ഒക്കെ കൺസിഡർ ചെയ്യാവുന്ന ഒരു സിനിമയായിട്ടായിരുന്നു എനിക്ക് ഈ പടം രുതിരം ഫീൽ ചെയ്തത്. എന്തരാ വരട്ടെ.